അതായത് ഇനി മുതൽ UK-യിൽ PR എന്ന സംവിധാനം ഇല്ല. അത് മുൻ പ്രാബല്യത്തോടുകൂടെ ഇനി PR കൈവശം വച്ചിരിക്കുന്നവരുടെ PR-ഉം റദ്ദാക്കും. കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഇസ്ലാം ഒന്നുമില്ല, ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, ആരും ഒന്നുമില്ല. കാരണം ഇന്ത്യക്കാരനാണ് ഇപ്പൊ ലോകം മുഴുവൻ വെറുക്കപ്പെടുന്ന ഒരു. സൗദിയിൽ നിയമം വേറെ ആണെന്ന് വിചാരിക്കുക. നമ്മൾ സൗദി ചെന്ന് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. എങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം അവിടെ പോയി നമ്മൾ സിറ്റിസൺ ആയി കഴിഞ്ഞ ഉടനെ നമ്മളവിടെ വഴി കൂടി ചെണ്ട കൊട്ടി പെരുന്നാളും പ്രദർശനം തുടങ്ങി കഴിഞ്ഞാൽ സൗദിയിൽ പിന്നെ ഹിന്ദു ടെമ്പിളിനോടനുബന്ധിച്ച് ഉണ്ടായ ഒരു രഥ ഘോഷയാത്രയില് ആൾക്കാർ വന്നിട്ട് റോഡിലേക്ക് തേങ്ങ ഉടയ്ക്കുന്ന, ഈ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാരും കണ്ടതായിരിക്കും. ക്രിസ്ത്യാനിറ്റിയെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ക്രിസ്ത്യൻ നേഷൻസിൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകളാണ്. ഈ റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്നതില് നല്ലൊരു ശതമാനം, കാരണം ഒരു രാജ്യത്തും കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുസ്ലിം കൺട്രികൾ ഇവരെ സ്വീകരിക്കുകയല്ല, ഒരു രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ വന്നിരിക്കുന്ന രാജ്യത്തേക്ക് നമ്മൾ അഡാപ്റ്റ് ആകുക, എന്നിട്ട് നമ്മൾ ഇവരെ പോലെ ആയില്ലെങ്കിൽ പോലും നമ്മളുടെ കൾച്ചറും നമ്മളുടെ ആ ഒരു ബാക്കി എന്താ പറയാ, നമ്മളുടെ ലാംഗ്വേജ് ആയാലും നമ്മളുടെ സംസ്കാരം ആയാലും എല്ലാം നമ്മളിലേക്ക് ഒതുക്കുക, അത് കീപ്പ് ചെയ്യുക, അത് കളയാതിരിക്കുക, അത് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെയായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈജൽ ഫറാജ്, ഈ പേര് എല്ലാവർക്കും സുപരിചിതമാണ്. UK-യിൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണിത്. അദ്ദേഹം ഈ അടുത്ത് 1-2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഇനി മുതൽ UK-യിൽ PR എന്ന സംവിധാനം ഇല്ല. അത് മുൻ പ്രാബല്യത്തോടുകൂടെ ഇനി PR കൈവശം വച്ചിരിക്കുന്നവരുടെ PR-ഉം റദ്ദാക്കും. ഇനി PR-ഉം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രാബല്യത്തിലുള്ള വ്യവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം തുടരെ UK-യിൽ ജോലി ചെയ്താൽ PR ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വ്യവസ്ഥയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായാൽ എടുത്തു കളയാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത് കൈവശം വച്ചിരിക്കുന്ന PR-കളും റദ്ദാക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളമാണ് അവിടെയുള്ള UK-യിലുള്ള വിദേശികളായിട്ട് വന്നിട്ടുള്ളവര്, അത് സ്റ്റുഡൻസ് ആയാലും അസൈലം എടുത്ത് വന്നവരായാലും മറ്റുള്ള ബിസിനസ് വിസയിൽ വന്നിട്ടുള്ളവരായാലും സീനിയർ സിറ്റിസനെ നോക്കാനായിട്ട് വന്നിട്ടുള്ള കെയർ ടേക്കർ വിസയിൽ വന്നിട്ടുള്ളവരായാലും അല്ലാതെ പലതരം വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് 5 വർഷം തുടർന്ന് ജോലി ചെയ്തിട്ട് PR ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ എത്രത്തോളമാണ് അവർ ടെൻഷനിലായിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ള മൂല കാരണം എന്താണ് ഇതിന്റെ റൂട്ട് കോസ് എന്നാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. നമ്മൾ ഒത്തിരിയധികം കാരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പെയുള്ള പല ചർച്ചകളിലും നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ഒരു റൂട്ട് കോസ് നമ്മൾ റൂട്ട് കോസിനെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആര് അവിടെ എന്ത് തന്നെ കാരണങ്ങൾ ഉണ്ടായാലും ഇന്ത്യൻ എന്നുള്ള പേരാണ് എടുത്തു പറയുന്നത്. അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണോ ചെയ്യുന്നത്? ഇന്ത്യക്കാരുടെ മാത്രമാണോ അവർ കുറ്റക്കാർ? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരിൽ മാത്രം അത് ഒതുങ്ങുന്നത്? അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗങ്ങളിൽ ഒതുങ്ങുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികം പ്രക്ഷോഭത്തിലേക്ക് ഇത്രയും അധികം ആളുകൾ ഒന്നിച്ചു കൂടാനുണ്ടായ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇത്രയും പേരെ ഒരുമിച്ച് കൂടി ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അവർക്ക് ഇത്രയധികം മനമടുപ്പുണ്ടായി? എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ? എന്തൊക്കെയാണ്? ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ജിൻസ് മോൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പറ്റീഷ, ഇത് ഇന്നിപ്പം ലോകം മുഴുവൻ ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ നമ്മൾ വിദേശികളെയൊക്കെ, ലോകം മുഴുവൻ നിന്നുള്ള വിദേശികളെയൊക്കെ എവിടെയൊക്കെ കോളനികൾ ഉണ്ടായിരുന്നോ അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് വളരെ മിതമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന UK-യുടെ കാര്യമാണ് ഇപ്പോൾ പറ്റീഷ പറഞ്ഞത്. UK-യിൽ മാത്രമല്ല, ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ബെൽജിയത്തിലാണെങ്കിലും പല രാജ്യങ്ങളിലും,
അതായത് ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളിലും ഈ തീവ്ര വലതുപക്ഷം വളരെ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രകടനം നടത്തുകയും ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അത് ഇസ്ലാമോഫോബിയ എന്നോ ഇസ്ലാം വിരുദ്ധതയാണെന്നോ ഇസ്ലാമിനോടുള്ള എതിർപ്പാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അതില് ഈ മുസ്ലിം വിഭാഗം, അതായത് അവര് പല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടും റെഫ്യൂജി ആയിട്ടും ഒക്കെ കൂടുതലും വന്നിട്ടുണ്ട്. കാരണം യു കെയിലെ കണക്ക് നൈജൽ ഫരാജ് പറഞ്ഞതുപോലെ യു കെയിലെ കണക്ക് പറഞ്ഞു, ഇപ്പൊ അഫ്ഗാനിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ അവർ സ്ത്രീകളെ ആ കണക്കിൽ പോലും പെടുത്തുന്നില്ല. അവർ അവിടെ നിന്ന് മൊത്തം വന്നിട്ടുള്ള അഫ്ഗാൻ റെഫ്യൂജീസില് ഒരു 2000-ൽ താഴെ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളൂ. അത് അവരുടെ മതപരമായ ഒരു ഇതിന്റെ പുറത്താണ്. ഈ യങ്ങായിട്ടുള്ള ഒരു യുവതലമുറയാണ് വരുന്നത്. അവർ ഈ കമ്മ്യൂണിറ്റിക്ക് വലിയ ത്രെട്ടായിട്ട് മാറുന്നു എന്നുള്ള ഒരു ഭീതി. അവരുടെ റിസോഴ്സസ്, ആ റിസോഴ്സസ് മുഴുവൻ ഇവര് യൂസ് ചെയ്യുകയല്ല, മിസ്യൂസ് ചെയ്യുകയാണ്. പണിയെടുക്കാതെ അവര് ആഴ്ചയിൽ ആ ബെനിഫിറ്റുകൾ മേടിക്കുന്നു, അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. ഒരു ബ്രിട്ടീഷുകാരൻ, അതിപ്പോ നമുക്ക് അമേരിക്കയിലും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കാനഡയിലും ആണെങ്കിലും അങ്ങനെയാണ്, ഓസ്ട്രേലിയയിലാണെങ്കിലും അങ്ങനെയാണ്. റെഫ്യൂജി ആയിട്ട് ചെല്ലുന്ന, അസൈലം സീക്കേഴ്സ് ആയിട്ട് ചെല്ലുന്നവർക്ക് എല്ലാം ഗവൺമെന്റ് കൊടുക്കുകയാണ്. അതായത് ഹൗസിംഗ് കൊടുക്കുന്നു. ഈ ഹൗസിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതായത് ഒരാൾ ജോലി എടുത്ത് ഒരു കുടുംബത്തിന് ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലാണ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ യു കെയിലെ സംബന്ധിച്ചിടത്തോളം, യു കെയിലൊക്കെ ആണെങ്കിൽ അതായത് നമുക്കൊരു ജോലിയുള്ള ആൾ ഒരു പ്രസവ അവധിക്ക് ഒരു വർഷത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 10-20 വർഷം മുമ്പ് അവിടെ പെറ്റേണിറ്റി ലീവും കൊടുക്കാൻ തുടങ്ങി. അതായത് 3 മാസത്തോളം ഫുൾ പേ, അത് 6 മാസമാക്കി ഈ ഒരു വർഷം എന്നുള്ള. കാരണം അവർ കുട്ടികൾ ഉണ്ടാകാനായിട്ട് ജനസംഖ്യ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെയുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഏത് രീതിയിൽ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ 10-12 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പണിയെടുക്കാതെ മാസാമാസം 1 വർഷമോ 2 വർഷമോ ജോലി എടുത്തു കഴിഞ്ഞാൽ വർഷാവർഷം ഒരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിച്ചു പോകാം എന്നുള്ള അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ സിസ്റ്റത്തെ അബ്യൂസ് ചെയ്തു തുടങ്ങി. അത് കൂടാതെ ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ ഒരു രാജ്യത്തേക്ക് കുടിയേറി വന്നു കഴിയുമ്പോൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആക്രമണ ഉത്സുകമായിട്ട് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറെയൊക്കെ ഇവർ സഹിക്കും. പല കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉള്ളവരാണ് വെള്ളക്കാരൊക്കെ. പക്ഷെ അതിന്റെ തീവ്രമായ നിലപാട്, ഇപ്പം ഈദ്ഗാഹുകളിൽ നടക്കേണ്ട നിസ്കാരങ്ങൾ, വഴിയിൽ പാവിരിച്ച റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നിസ്കാരം നടത്തുക, അത് പ്ലെയിനകത്ത് നടത്തുക, പബ്ലിക് പ്ലേസിൽ പബ്ലിക്കിനെ ശരിക്കും പറഞ്ഞു, ഇതൊക്കെ ഒരു മതപ്രചരണത്തിനുള്ള ഒരു പദ്ധതിയായിട്ട് ഇപ്പം യു കെയിലൊക്കെ പല കൗൺസിലുകളിലും ഈ പറഞ്ഞ പോലെ ശരിയാ ലോ പ്രകാരം അവിടെ പോലീസിന് പോലും കയറാൻ പറ്റിയല്ല. അവർ ആ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടപടികൾ വന്നപ്പോൾ അവർ മടുത്തിട്ടാ പറഞ്ഞത്. കാരണം അവരുടെ മതവിശ്വാസത്തെ മറ്റുള്ളവരുടെ അവന്റെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് അതിൽ ചേർക്കാനായിട്ട് വന്ന ഒരു കാരണം. ഇത് നമ്മൾ പല രാജ്യങ്ങളും വളരെ ചെറിയ എതിർപ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം വലിയ രീതിയിലുള്ള വന്നു. ഇപ്പം ഈ ഓസ്ട്രേലിയയില് 2 നേഴ്സുമാർ തമ്മിൽ സംസാരിച്ചപ്പം അവർ പറഞ്ഞു, ഒരാളെ 2 മുസ്ലിം ആൾക്കാർ അവർ നേഴ്സുമാർ പറഞ്ഞ സംസാരമാണ്. അത് വളരെ വിവാദമായ കേസാണ്. അവരുടെയൊക്കെ ഒരു ക്ഷമയുടെ നെല്ലിപ്പല കാണുക എന്ന് പറഞ്ഞാൽ അതാണ്. അവർ ജിഹാദിന് വേണ്ടി ഒരു രോഗിയെ കൊല്ലാൻ വരെയും തയ്യാറാണെന്നുള്ള ഒരു 3-4 മാസം മുമ്പ് പുറത്തു വന്ന ഒരു വീഡിയോ ആണ്. അത് വളരെ വിവാദമായതാണ്. പക്ഷെ അതിനെയൊക്കെ ഗവൺമെന്റുകൾ ഒരു പരിധിവരെ സപ്രസ് ചെയ്തു വിട്ടിരുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. കാരണം ഇസ്ലാമിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. പക്ഷെ ഈ അടി കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഇസ്ലാം എന്നൊന്നുമില്ല, ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, ആരും ഒന്നുമില്ല. കാരണം ഇന്ത്യക്കാരനാണ് ഇപ്പൊ ലോകം മുഴുവൻ വെറുക്കപ്പെടുന്ന ഒരു കൂട്ടർ. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ അമേരിക്കയില് അല്ലെങ്കിൽ ഇംഗ്ലണ്ടില്, ജർമ്മനിയില്, സ്വിറ്റ്സർലൻഡില്, ഓസ്ട്രേലിയ എവിടെയൊക്കെയാണേലും ഈ ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഏതാണ്ട് 80%-90% നടത്തുന്നത് പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികൾ. ആ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും നടത്തുന്ന എല്ലാ റെസ്റ്റോറന്റിന്റെയും പേര് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നാണ്. ഇന്ത്യൻ ഫുഡ്, നമ്മൾ ഈ പറയലെ കറായി അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാല, തണ്ടൂര്, ഇതെല്ലാം നടത്തുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒരു സമൂഹമാണെന്നുള്ള ധാരണ ഈ പല രാജ്യങ്ങളിലുമുള്ള ആൾക്കാർക്കുണ്ട്. അപ്പൊ അത് ആ ഒരു ധാരണയുടെ പുറത്താണ് ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തേക്ക് കുടിയേറി വരുമ്പോൾ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ മെർജ് ചെയ്യുക, സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേരാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പഴയ വിശ്വാസവും പഴയ ആചാരങ്ങളും നമുക്ക് അത് തന്നെ തുടരുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ തന്നെ തുടരുക എന്നുള്ളൂ.
അങ്ങനെ ലോകം മുഴുവൻ ഇപ്പം കുടിയേറ്റത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അലയടിച്ചു വരുന്നു. ഈ കുടിയേറ്റത്തിനെതിരായിട്ടുള്ള വികാരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ആക്രമണങ്ങൾ ഓരോ ദിവസവും പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്രമിക്കപ്പെടുന്ന ഓരോരോ കേസുകളല്ല, എല്ലാ രാജ്യങ്ങളിൽ നിന്നും തന്നെ അത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. കാരണം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം പല കമ്മ്യൂണിറ്റി അവരുടെ വിശ്വാസം അത്ര തീവ്രമായിട്ട് പ്രകടിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. അവരുടെ മതം പറയുന്നതനുസരിച്ച്, പുസ്തകം പറയുന്നതനുസരിച്ച് അതേപടി തന്നെ നടപ്പിലാക്കണമെന്നും മറ്റുള്ളവരത് അനുസരിക്കണമെന്നും നിർബന്ധ ബുദ്ധിയോടുകൂടി അവര് എടുത്ത ചില നിലപാടുകൾ ഇപ്പം അമേരിക്കയിലാണേലും ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ സഹിഷ്ണുതയെ പരമാവധി യൂസ് ചെയ്തു. ആ പരമാവധി യൂസ് ചെയ്തതിന്റെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇപ്പൊ കിട്ടുന്ന അടി 2 കൂടുതൽ കിട്ടാനുള്ള സാധ്യത വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഓസ്ട്രിയ പോലെയുള്ള നാടുകളിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവരൊരു പുതിയ ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളോടനുബന്ധിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുള്ള നിയമ വിലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിർബന്ധമായും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പോലീസുകാർ ഇടപെടുന്നുണ്ട്. അതായത് പൊതുനിരത്തുകളിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഇടപെടുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. സോ അതിപ്പോ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ ഈ അസൈലം എടുത്തുകൊണ്ട് ഈ നാടുകളിലേക്ക്, ഇപ്പൊ കാനഡയോ അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള നാടുകളിലേക്ക് കുടിയേറി പാർക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു ഫ്രീ അലവൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫ്രീ ആണ്. കാനഡയിലായാലും ജർമ്മനിയിലായാലും ഇംഗ്ലണ്ടിലായാലും മെഡിക്കൽ ഫ്രീ ആണ്. ഇപ്പൊ അത് ഈ നൈജൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, താൻ പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞാല് അടുത്ത ഒരു ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് അവർക്ക് അവരുടെ ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരാള് ഒരു കുടുംബത്തിലെ ഒരംഗം 1000 പൗണ്ട്സ് കെട്ടണമെന്നാ പറയുന്നത് വിസ റിന്യൂ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, വിസ അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എത്രയോ സാലറി വേണമെന്നൊക്കെ പറയുന്നത്. സോ ഇതിനേക്കാൾ ഏറെ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ എന്തുകൊണ്ടാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് നമ്മളോട് അല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരോട് ഇത്രയധികം വൈരാഗ്യം വരാൻ കാരണം എന്താണെന്നുള്ളത് ഇപ്പൊ ജിൻസ് പറഞ്ഞു. ഇങ്ങനെ പല പല കാരണങ്ങൾ ജിൻസ് പറഞ്ഞു. എന്താണ് വിൻസിന് പറയാനുള്ളത്? ഞാൻ പട്രീഷ്യ ഇങ്ങനത്തെ ഇഷ്യൂസിനെ നമ്മളൊരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമുക്ക് പോയിട്ട് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സോട് കൂടി പെർമനന്റ് റെസിഡന്റ് ആവാനും സിറ്റിസൺ ആവാനും എല്ലാം ഉള്ള റൈറ്റ് നമുക്ക് തരുന്നത് ഓൺലി വെസ്റ്റേൺ ക്രിസ്ത്യൻ നേഷൻസ് ആണ് ലോകത്തിൽ. വെസ്റ്റേൺ ക്രിസ്ത്യൻ നേഷൻസ്. ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയിൽ പോയാലും ദുബായിൽ പോയാലും ഒന്നും നമുക്ക് ഈക്വൽ സിറ്റിസൺ ഒരിക്കലും ആവാൻ പറ്റില്ല. അപ്പൊ ഈ വെസ്റ്റേൺ നേഷൻസ് നമുക്കിത് തരുമ്പോൾ ആ ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി അത് കൊടുക്കാവുള്ളൂ. ഇവർ വിചാരിക്കുന്നത്, ഈ വെസ്റ്റേൺ നേഷൻസ് വിചാരിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ അവർ അസിമിലേറ്റ് ചെയ്ത് നമ്മളെ പോലെ ആവുന്നു, അവർ അമേരിക്കൻ ആവാനാണ് വരുന്നത് എന്നാണ് വിചാരിച്ചാണ് അവരിതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ലോകത്തിൽ മൊത്തത്തിൽ ഉണ്ടാവേണ്ട ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും ജോലി ചെയ്യാൻ വരുന്നവർ, അതായത് കൾച്ചറലായിട്ട് അസിമിലേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. അപ്പൊ അമേരിക്കയിലോട്ട് വരുമ്പോൾ അമേരിക്കക്കാരനാവാനൊന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഡോളർ കുറച്ച് വേണം, കാശ് കുറച്ച് വേണം, അങ്ങനെ ഒരു ആഗ്രഹത്തോട് വരുന്നവന് വളരെ പെർമനന്റ് ആയിട്ടും ആ ജോലിക്കുള്ള വിസ മാത്രമേ കൊടുക്കാവുള്ളൂ. അമേരിക്കക്കാരനാവാൻ വരുന്നവന് അവൻ അമേരിക്കൻ കൾച്ചറും ഇവിടുത്തെ ഈ ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസും ഒക്കെയാണ് നമ്മൾ ഇതിന് റീസൺ. നിങ്ങളെ ഞങ്ങൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, സ്കിൻ കളർ ഒന്നും ഇഷ്യൂ അല്ല, നിങ്ങൾക്കും ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളും സിറ്റിസൺഷിപ്പ് കിട്ടും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്ലിയർ ആയിട്ട് ആദ്യമേ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പൊ ഈ ഇമിഗ്രേഷനിലുള്ള പല പ്രശ്നങ്ങളും, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും ഫാമിങ്ങിലൊന്നും ആൾക്കാരെ കിട്ടാനില്ല എന്നുള്ള കംപ്ലൈന്റുകളുടെയൊക്കെ മെയിൻ കാരണം എന്താണ്? ബിക്കോസ് നമ്മൾ ഈ എല്ലാ ഇമിഗ്രൻസിനെയും ഒറ്റ ഇതായിട്ടാണ് കാണുന്നത്. എല്ലാവരുടെ വരുന്നു, ഇല്ലീഗൽ ആയാലും ലീഗൽ ആയാലും കുറെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ലീഗൽ ആവുന്നു, ഗ്രീൻ കാർഡ് കിട്ടുന്നു, സിറ്റിസൺഷിപ്പ് കിട്ടുന്നു. അത് മാറിയിട്ട് എംപ്ലോയ്മെന്റിന് വരുന്ന, ഇപ്പൊ സൗദിയിലും ദുബായിലും ഒക്കെ നമ്മൾ പോകുന്നത് പോലെ എംപ്ലോയ്മെന്റിന് വരുന്ന ആൾക്കാർ ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, തിരിച്ചു പോവുക, നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് റൈറ്റുകളൊന്നും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ഈ പ്രശ്നം ഒഴിവാകും. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മള് ഈ ആദ്യം കുറച്ച് നമ്പേഴ്സ് ഇമിഗ്രൻസ് വരുമ്പോൾ, ഇപ്പം നമ്മൾ താമസിക്കുന്ന സിറ്റി, ഇപ്പം ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ റീനോയില വന്നത്. അവിടെ ആയിക്കൂടി ഉണ്ടായിരുന്ന 2 മലയാളികൾ 3 മലയാളികളാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആദ്യം ഞാൻ കാണുമ്പോൾ. ഇപ്പൊ നമ്മൾ പക്ഷേ വാഷിംഗ്ടൺ DC-യിലോട്ട് വരുന്നത്, ഞാൻ വാഷിംഗ്ടൺ DC-യിൽ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഓൾ ഓഫ് എ സഡൻ യു ആർ കമ്മിങ് ഇൻ ടു എ ബിഗ് ഗ്രൂപ്പ് ഓഫ് മലയാളി കമ്മ്യൂണിറ്റി. അസോസിയേഷനിൽ ആക്റ്റീവ് ആവുന്നു, സെക്രട്ടറി ആവുന്നു, പ്രസിഡന്റ് ആവുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അത് മുഴുവൻ പോസിറ്റീവായിട്ടല്ല അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ അമേരിക്ക എന്താണെന്ന് മനസ്സിലാവാനും ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവാനും നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിനകത്ത് നാച്ചുറൽ ആയിട്ടും ഒരു അമേരിക്കൻ രീതിയിൽ ഗ്രോ ചെയ്യാനും എല്ലാം നമ്മളെ അലൗ ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ഈ ഇന്ത്യൻ കൊക്കൂണിൽ ഉള്ളി കയറി ഇരുന്നുകൊണ്ട് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കാരണം മാസീവായിട്ടുള്ള ഇമിഗ്രേഷനാണ്. ഒത്തിരി പേര് Y2K വേണ്ടി വരേണ്ടി വന്നു. ഈ Y2K വേണ്ടിയിട്ടോ ഇവൻ ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഗ്രീൻ കാർഡ് ഉണ്ടെന്നോ ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദ ഫാക്ട്. ഞാൻ F1 വിസയിലൂടെ സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. നാട്ടിൽ വെച്ച് ഞാൻ കല്യാണം കഴിച്ചു, ഒരു ടെമ്പററി ജോലിയേ ഉള്ളൂ, 1600 രൂപ മാസം കിട്ടും എറണാകുളത്ത് കിറ്റ്കോയിൽ. അത് എന്ന് പെർമനന്റ് ആവുന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ആയ കൂടി 2-3 പൊസിഷൻസ് ആണ് ഗവൺമെന്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. സൗദി പോയി നോക്കി, അവിടുത്തെ റെസ്ട്രിക്ഷൻസും സംഭവം എല്ലാം കണ്ടപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. ഇയറിംഗ് ടോഫിലൊക്കെ എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി വരുന്നു. നമ്മൾ അമേരിക്കയ്ക്ക് വരുന്നു. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല ഇങ്ങനെ ഇവിടെ ഗ്രീൻ കാർഡ് കിട്ടും, സിറ്റിസൺ ആവും, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളപ്പോഴും ഭയങ്കര ഇന്ത്യൻ സ്പിരിറ്റിലാണ് വരുന്നത്. അപ്പൊ നാച്ചുറലി അമേരിക്കയിലോട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോകുന്ന ആൾക്കാര് ഈ ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും പെർമനന്റ് ആയിട്ട് പോകുന്നവരെയും ജോലിക്കും കാശിനുമായിട്ട് പോകുന്നവരെയും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ അവസാനിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മുസ്ലിംസിന് വരാം, അവർക്ക് ജോലി ചെയ്യാം, പക്ഷെ അവർ ഇവിടുത്തെ ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ ഈ സമൂഹത്തിൽ ചേരാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോവാം. ഇപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഷീറ്റ് വിരിച്ച് നിസ്കരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇതെല്ലാം പറ്റും, ലീഗൽ പ്രൊട്ടക്ഷനും എല്ലാം ഉണ്ടെന്ന് പറയുകയും അവസാനം അതിനെതിരെ ആൾക്കാർ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പൊ ഏതൊരു സമൂഹത്തിൽ നമ്മൾ ചെന്നാലും നമ്മൾ ഒരു മൈനോറിറ്റി അവിടെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മെജോറിറ്റി വലിയ മോശമില്ലാത്ത ആൾക്കാരാണെന്നാണ്. പിന്നെ ഇതിന് നമ്മൾ ഈ മെജോറിറ്റിനെ മാറ്റാൻ നോക്കുന്നത്. ഞാൻ ഈ സെയിം ആർഗ്യുമെന്റ് ഞാൻ ഇന്ത്യയിലും പറയാറുണ്ട് ഈ ക്രിസ്ത്യാനികളോട്. ഞാൻ ക്രിസ്ത്യാനിയാണ്, നമ്മൾക്ക് മെജോറിറ്റിയുടെ ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫാമിലിയിൽ നിന്നുള്ള അച്ഛന്മാരോടും റിലേറ്റീവ്സ് ആയിട്ടുള്ള അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, നമ്മളെന്തിനാ ഈ കൺവേർഷൻ നടക്കുന്നത്? ഈ നോർത്ത് ഇന്ത്യയിൽ പോയി കൺവേർട്ട് ചെയ്യാൻ നോക്കി, അവിടെ അസൂയം പ്രശ്നം ഉണ്ടാക്കി, ഹിന്ദുക്കളുമായിട്ട് അടിപിടി ഉണ്ടായി, കുസ്തി ഉണ്ടായി, അവിടെ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ഓരോ ലോക്കൽ, നമ്മളിപ്പോ കേരളത്തിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് എനിക്കൊരു പേടിയില്ല അവിടെ RSS വന്നാലും BJP. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഏരിയയിൽ ഈ അടുത്ത കാലത്തൊന്നും RSSകാർ കയറി നമ്മളെ മുമ്പിലോട്ട് വലിച്ചു കയറാനൊന്നും പോകുന്നു. സോ നാച്ചുറലി അവർ മെജോറിറ്റി നമ്മളോട് നന്നായതുകൊണ്ടാണല്ലോ നമ്മൾ കേരളത്തിൽ നമ്മൾ ഫ്ലറിഷ് ചെയ്തത്. നമ്മുടെ അമേരിക്കയിൽ വന്ന് ഈ വളരെ ലാംഗ്വേജിന്റെ പരിമിതികളും ഒരു രീതിയിലും ഒന്നും അറിയാൻ പാടില്ലാതെ നമ്മളോട് വന്നിട്ട് ഇവിടെ നമ്മൾ ഏറ്റവും വലിയ കാശുകാരായി മാറണമെങ്കിൽ അത് മെജോറിറ്റിയുടെ നൈസ്നെസ് കൊണ്ടല്ലേ. അതെന്തുകൊണ്ട് നമ്മളത് കാണാൻ തയ്യാറാവുന്നില്ല? അപ്പൊ ഇത് കാണാൻ തയ്യാറാവാത്തതാണ് മറ്റവരെ ചൊടിപ്പിക്കുന്നത്, മെജോറിറ്റിനെ ചൊടിപ്പിക്കുന്നത്. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും സെയിം തിങ് ആണ്. ഇപ്പൊ സൗദിയിൽ നിയമം വേറെ ആണെന്ന് വിചാരിക്കുക. നമ്മൾ സൗദി ചെന്ന് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയും, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, എങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പം അവിടെ പോയി നമ്മൾ സിറ്റിസൺ ആയി കഴിഞ്ഞ ഉടനെ നമ്മളവിടെ വഴി കൂടി ചെണ്ട കൊട്ടി പെരുന്നാളും പ്രദർശനം തുടങ്ങി കഴിഞ്ഞാൽ സൗദിയിൽ എന്ത് പറയും? ഞാനോ ഇവിടെ ഇനി വേണ്ടെന്ന് പറയും, റൈറ്റ്? ഇവർക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തു, ഇവർ മുസ്ലിമായി ഇവിടുത്തെ രീതിയിൽ ജീവിക്കുന്നു വിചാരിച്ചാൽ നമ്മൾ ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തത്. നൗ ദേ ആർ സ്റ്റാർട്ടിങ് ടു ഷോ ദെയർ റിലീജിയൻ. അപ്പം ഏറ്റവും സ്മാർട്ടായിട്ട് ഈ ഇമിഗ്രേഷനെയും ലേബർ ഷോർട്ടേജിനെയും ഡീൽ ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആണ് എന്റെ നോട്ടത്തിൽ. അവരവരുടെ കൾച്ചറിനെ പൊള്യൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം അവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നു, അവർ ജോലി ചെയ്യുന്നു, ശമ്പളം നാട്ടിലേക്ക് അയക്കുന്നു, നോ പ്രോബ്ലം. അപ്പൊ ഇപ്പം അമേരിക്കയിലെ ഏറ്റവും വലിയ ലേബർ ഷോർട്ടേജ് ഒരു പ്രശ്നമാണ്. അതിനു വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ കൂട്ടുമല്ല വേണ്ടത്, ലേബർ വിസ മാത്രം കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരിക, ലേബർ ടേക്ക് കെയർ ചെയ്യുക, ഒരു സാലറി തിരിച്ചയക്കുന്നു, അവർ പോകുന്നു. അവർക്ക് ഒരിക്കലും ഗ്രീൻ കാർഡിനുള്ള ഒരു ഈസി പാത്ത് അവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമേരിക്കൻ ആവാൻ നമ്മൾ തയ്യാറായി. ഇപ്പൊ ഞാനിപ്പോ പല ചാനൽ ഷോയിലും ചെന്നിട്ട് നമ്മൾ മലയാളം പറയും, നമ്മൾ അമേരിക്കയുടെ സൈഡ് പറയും, ട്രംപിന്റെ സൈഡ് പറയും ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചീപ്പായിട്ട് പഠിച്ചവൻ അമേരിക്കയിൽ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇന്ത്യൻ തെറി പറയും. ഞാൻ ഇന്ത്യൻ തെറി പറയുകയല്ല ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ ഏത് രാജ്യത്തിന്റെ സിറ്റിസൺ ആണോ ആ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്ത് എന്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. നമ്മൾ ഓത്തെടുക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ദിസ് ഈസ് മൈ കൺട്രി ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ആൻഡ് ഐ വിൽ ഡിഫെൻഡ് ദിസ് നേഷൻ. I will renounce my citizenship. From that day onwards, I am going to support America. If there is a war between America and India, I'm supposed to be supporting America once I take that citizenship. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാ?
ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോൺട്രാക്റ്റുകൾ അതിനെ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒരു രാജ്യത്തിന്റെ കാര്യത്തിലായാലും നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുവാണ് നമ്മൾ ഓർത്തെടുക്കുന്നു, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ അതൊക്കെ സമ്മതിച്ചു, സൈഡിലാണ് നിൽക്കേണ്ടത്. വിൻസൻ പറഞ്ഞതിനെല്ലാം സമ്മതിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത് തുടക്കത്തില് ഈ ആൾക്കാരെല്ലാരും വന്നു കഴിഞ്ഞു, പല മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇവിടെ വന്നു, അവർ ജോലി ചെയ്യുന്നു, അവര് എസ്റ്റാബ്ലിഷ് ആവുന്നു, വെൽത്തിയർ ആവുന്നു, ഇവിടെയുള്ള മെജോറിറ്റിയെക്കാളേറെ വെൽത്തിയർ ആവുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ മെജോറിറ്റി ഇതൊക്കെ നോക്കി കണ്ടിട്ട് അവരിതൊക്കെ വളരെ സാഗൂതം നോക്കി നിന്നു. അവരിഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇവരുടെ ഇപ്പൊ ഈ പെരുന്നാളുകളായാലും ഇവര് ബാക്കി നിസ്കരിക്കുന്നതായാലും അതൊക്കെ അവര് എന്താ പറയാ വളരെ പിന്നെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടെ നോക്കുന്നുണ്ടായിരുന്നു മറ്റു കൾച്ചറുകളൊക്കെ. പക്ഷെ അത് പിന്നെ പിന്നെ ആയപ്പോഴത്തേനും അത് ഈ നമ്മൾ നേരത്തെ ചർച്ചകൾ പറഞ്ഞതുപോലെ അത് വെളിയിലേക്ക് വരികയും ഇപ്പൊ ഈ ജിൻസ് പറഞ്ഞതുപോലെ റോഡിലേക്ക് വരികയും, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്താ പറയാ ജർമ്മനിയിൽ ഒരു ട്രാഫിക് പിന്നെ ട്രാഫിക് ഐലൻഡില് പിന്നെ കാറ് നിർത്തിയിട്ട് ഒരാൾ ഇറങ്ങി നിന്ന് റോഡിൽ പായ വിരിച്ചിട്ട് അയാളുടെ എന്താ പറയാ മതപരമായ ചടങ്ങ് അത് ചെയ്യുന്നു, നിസ്കരിക്കോ എന്തോ അയാൾ എന്തോ ചെയ്യുന്നു. ഒരു പോലീസുകാരൻ അടുത്തേക്ക് നടന്നു വന്നിട്ട് അയാളെ പിടിച്ച് മാറ്റാനോ പിടിച്ച് കാറിലേക്ക് മാറ്റാനോ പറ്റാതെ പോലീസുകാരൻ അവിടെ നിൽക്കുന്നു. ട്രാഫിക് ബ്ലോക്കായി. ആൾക്കാര് അതിന്റെ കീഴെ വന്നിരിക്കുന്ന കമന്റ്സ് നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ലോകത്തിലെല്ലായിടത്തും നടക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് ഫ്രാൻസിൽ നടന്നൊരു കാരണം എന്ന് പറഞ്ഞത്. ഒരു പിന്നെ ഹിന്ദു ടെമ്പിളിനോടനുബന്ധിച്ച് ഉണ്ടായ ഒരു രഥഘോഷയാത്രയില് ആൾക്കാർ വന്നിട്ട് റോഡിലേക്ക് തേങ്ങ ഉടയ്ക്കുന്ന, ഈ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാരും കണ്ടതായിരിക്കും. അതിനോടനുബന്ധിച്ച് അത് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 10-25,000 തേങ്ങ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കുറെ ആൾക്കാർ കൂടെ വന്ന് നിന്ന് റോഡിലേക്ക് തേങ്ങ ഉടയ്ക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു കമന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കമന്റ്സ്. അത് മൊത്തം കമന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൾക്കാർ മാത്രമല്ല, അവിടെയുള്ള ആൾക്കാരുമാണ്. അതായത് ഫോറിനേഴ്സ്, ഇവിടെയുള്ള വെള്ളക്കാര്, അതായത് ഈ ഫ്രാൻസിലുള്ള ആൾക്കാർ കൂടെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ കാണുമ്പോഴത്തേനും എന്റെ മനസ്സിൽ പോകുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആദ്യമേ തന്നെ നമുക്കറിയാം, നിങ്ങൾ ഇവിടെയായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് വന്ന, നിങ്ങൾ ഇവിടെ അസൈലം എടുത്ത് വന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പലതരം വിസയിൽ വന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളുടെ കൾച്ചറിനെ ഇവിടോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് നിങ്ങൾ പുറത്തേക്കായി, ആദ്യം ഒരു റൂമിനകത്തായിരുന്നു, പിന്നെ ഒരു ബിൽഡിങ്ങിനകത്തായി, പിന്നെ അത് വെളിയിലോട്ടായി, പിന്നെ അതൊരു വലിയൊരു നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ഭയങ്കര വലുതായിട്ടുള്ള രീതിയിലേക്ക് മാറി. ഇന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് അവരിങ്ങനെ എല്ലാരും പുറത്തേക്ക് പോകുന്നുള്ള രീതിയിലേക്ക് ആയത്. ജേക്കബ് ഏട്ടൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ കോവിഡ് പാൻഡമിക് നമ്മുടെ ജീവന് ഭീഷണിയായിരുന്നെങ്കിൽ ഇത് നമ്മുടെ സംസ്കാരത്തിനും സ്വാതന്ത്ര്യത്തിനും ആയിട്ടുള്ള കടന്നുകയറ്റമായിട്ട് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുകയാണ് ഈ ഇസ്ലാമോഫോബിയ. അപ്പോൾ അത് എല്ലാ രീതിയിലും ഒരു രാജ്യത്തേക്ക് അവിടെ ചേക്കേറുമ്പോൾ അവിടുത്തെ ഒരു മിനിമം, അവിടുത്തെ ഒരു കാര്യങ്ങളുള്ളത്, ആ കാര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടാൻ പകരം ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അവരുടെ കൂടെ സ്വാതന്ത്ര്യത്തെ കടന്നുകയറ്റം ചെയ്യുക, അതിനെ നിഷ്കരണം, അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് കാരണം. ലോകം മുഴുവൻ അവരെ കൊണ്ട് നിറയ്ക്കണം എന്നല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ കൊണ്ട് ലോകം മുഴുവൻ നിറയ്ക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് കലശലായിട്ട് നീങ്ങുമ്പോൾ തന്നെ മറ്റുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയാണ്, അവരെ സ്വാതന്ത്ര്യമാണ് കടക്കിലാണ് കത്തി വെക്കുന്നതെന്ന ഉത്ബോധം പോലും ഇല്ലാതെ അവരെ രാജ്യത്ത് വന്നിട്ട്, അതായത് വിരുന്നുകാരായിട്ട് വന്നവര് നമ്മളെ ഭരിച്ച് നമ്മളുടെ മേൽ നേതൃത്വം കൈയൊക്കെ കൊണ്ട് കാര്യം നേടുകയാണ്. ഈ പറഞ്ഞ ജർമ്മനിയും ഫ്രാൻസും എല്ലാം ഇതിന്റെ എന്താ പറയുക അനന്തര ഫലസാദികൾ ഏറ്റുവാണ്. എന്നെ ഏറ്റവും ഈ ദിവസം അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ UN-ലെ ട്രംപ് നടത്തിയ ഒരു മെസ്സേജിൽ അദ്ദേഹം പറയുന്നുണ്ട് പലസ്തീന് ഒരു സ്വതന്ത്ര രാജ്യാവകാശം അതിനെ നിഷേധിച്ചു. കാരണം എന്താ വെച്ചാൽ അത് ഹമാസിനെ പ്രോത്സാഹിപ്പിക്കും എന്താണ്. പക്ഷേ ഈ അമേരിക്കയുടെ ചേരിയോട് കൂടി ഒട്ടിച്ചേർന്നേക്കുന്ന 5 രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നു. ഈ 5 രാജ്യങ്ങളാകട്ടെ ഈ പറയുന്ന ഈ ഇസ്ലാമോഫോബിയയുടെ ദൂഷ്യഫലങ്ങൾ ഏറ്റുവാങ്ങി, തിക്തഫലങ്ങൾ ഏറ്റുവാങ്ങി
അതിൽ നട്ടം തിരിയ രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്ന് ഹരിനും പറഞ്ഞു. ജേക്കബ്, അതിന് കാരണമുണ്ട്. ഇപ്പൊ ജേക്കബ് ഇതിന്റെ ഒരു ഈ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജേക്കബ് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം ജർമ്മനി എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാം. ജർമ്മനിയിൽ ഒരു റിലീജിയൻ ടാക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എ ക്രിസ്ത്യൻ നേഷൻ, റൈറ്റ്? ഇപ്പൊ നമ്മൾ ഇവിടെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജർമ്മനിയിൽ പള്ളികളിലൊന്നും ആരുമില്ല, ആള് കുറഞ്ഞു പോകുന്നു, ജർമ്മനിയിൽ റിലീജിയൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈയിടെയാണ് ഞാൻ അതിന്റെ റീസൺ മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മളുടെ പേപ്പറിൽ നമ്മൾ റിലീജിയസ് ആണെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പേ 9% ഓഫ് യുവർ ഇൻകം ടു ദ ഗവൺമെന്റ്. എന്നിട്ട് ഗവൺമെന്റ് ആ കാശ് മേടിച്ചിട്ട് പള്ളിയുടെ കാര്യങ്ങൾ അവർ ടേക്ക് കെയർ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നാച്ചുറലി റിലീജിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു 9% ഓവർഹെഡ് ടാക്സ് ആ രാജ്യം ചുമത്തുവാണ് സിറ്റിസൺസിന്റെ മുകളിൽ. അപ്പൊ നാച്ചുറലി ആൾക്കാർ പറയുന്നു ഞങ്ങൾ റിലീജിയസ് അല്ല, ഞങ്ങൾക്ക് റിലീജിയൻ ഇല്ല എന്ന് പറയുന്നു. ഈ റിലീജിയൻ ഇല്ല എന്ന് പറയുന്നവൻ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ ഈ റിലീജിയൻസിനെ കില്ല് ചെയ്തത്, ഈ ക്രിസ്ത്യാനിറ്റിയെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ക്രിസ്ത്യൻ നേഷൻസിൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകളാണ്. അപ്പൊ എനിക്കിത് കേട്ടിട്ട് ചിരി വന്നു. ഞാനൊരു അച്ഛനോട് ചോദിച്ചു, ജർമ്മനിയിൽ നിന്ന് വന്നൊരു അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ ഇത് ശരിയാണോ? എന്നോട് ഇങ്ങനെ ഒരാൾ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, യെസ് ശരിയാണ്, 9% ടാക്സ് സർക്കാരിന് കൊടുക്കണം റിലീജിയസ് ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും എഴുതും ഞാൻ നോൺ റിലീജിയസ് ആണെന്ന് എഴുതും, എയ്ത്തീസ്റ്റ് ആണെന്ന് എഴുതും. അപ്പൊ ഈ എയ്ത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആ എയ്ത്തീസത്തിനോട് ഞാൻ നേരത്തെ കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ പോലെ എവിടെയെങ്കിലും നമ്മൾ കൈപ്പൊക്കി ഞാൻ ഇന്ന സാധനമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ത്വരയുണ്ടോ? അങ്ങനെയാണ് ഈ എയ്ത്തീസം ഗ്രോ ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഈ ക്രിസ്ത്യാനിറ്റി, ഇപ്പൊ ഇന്ന് ട്രംപ് UN പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനിറ്റി എല്ലാ സ്ഥലത്തും പീഡിപ്പിക്കപ്പെടുന്നു. ലിറ്ററലി ട്രൂ ആണ്. ഈ വെസ്റ്റേൺ നേഷൻസിൽ അവർ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടാണ്. അപ്പൊ ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, ഒരാൾ ഇസ്ലാം ആണെന്ന് എഴുതിയാൽ അവർക്ക് ടാക്സ് ഉണ്ടോ? അതില്ല. വൈ? ബിക്കോസ് ക്രിസ്ത്യൻസ് ആണ് മെജോറിറ്റി റിലീജിയൻ ആയിട്ട് അറിയപ്പെടുന്ന റിലീജിയൻ. ഇസ്ലാം ആണെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. സോ ഹൗ എ കൺട്രി ഈസ് സിസ്റ്റമാറ്റിക്കലി ഡിസ്ക്രിമിനേറ്റിംഗ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ്? അല്ല, അതാണ് ഇപ്പൊ ജേക്കബ് പറഞ്ഞ പോലെ ഇത് ഇസ്ലാമോഫോബിക് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിയർ ഫാക്ടർ ആണ് ഈ മതത്തിന്റെ ഒരു കാര്യം. അങ്ങനെ തന്നെയാണ് മതം പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതായത് ഭീതിപ്പെടുത്തി, അതായത് പേടിപ്പിച്ച് മതപരിവർത്തനം നടത്തുക എന്ന് പറയുന്ന പോലെ നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളത് ആ മതത്തിന്റെ ഇതാണ്. അത് അതേപടി നടപ്പിലാക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് പറയുന്നത് ഈ റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്നതിൽ നല്ലൊരു ശതമാനം. കാരണം ഒരു രാജ്യത്തും കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുസ്ലിം കൺട്രികൾ ഇവരെ സ്വീകരിക്കുകയില്ല, ഒരു രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് മിനിസ്റ്റേട്ടൻ പറഞ്ഞ പോലെ ആ രാജ്യങ്ങളിലൊന്നും അങ്ങോട്ടേക്ക് ഒരാളും പോകുന്നില്ല. ഇതുപോലെ വളരെ, ഇപ്പൊ ഫ്രാൻസ് ആണെങ്കിൽ വളരെ ലിബറൽ ആയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ആ രാജ്യത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ പിന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ബെൽജിയത്തിലൊക്കെ പോയി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ 14ാം നൂറ്റാണ്ടിലോ 16ാം നൂറ്റാണ്ടിലെ പോലെയല്ല ഈ പറഞ്ഞ പോലെ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച ആൾക്കാരാണ് റോഡ് മുഴുവൻ നടക്കുന്നത്. അതായത് അവരുടെ മതവിശ്വാസത്തെ വളരെ തീവ്രമായിട്ട് മറ്റുള്ളവരെ ഞങ്ങളൊരു കൂട്ടായ്മ പേടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നു. അവിടെയാണ് ഇപ്പോൾ വന്ന ഈ എതിർപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഇപ്പൊ പറയാ UK-ലെ ഇപ്പൊ ഇവിടുത്തെ പോലെ കൺസർവേറ്റീവ് ആയിട്ട് ഡെമോക്രാറ്റ് 2 പാർട്ടി ഉണ്ടെന്ന് പറയുന്ന പോലെ ലേബറും കൺസർവേറ്റീവ് 2 പാർട്ടിയെ UK-ൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുതിയ പാർട്ടി വന്ന് അടുത്ത ഭരണം നേടാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയായിട്ട് വളർന്നു വരുവാണ്. അപ്പം എത്രമാത്രം വംശീയതയോടുകൂടി, അതിനെ വംശീയത നമുക്ക് പറയാൻ പറ്റിയല്ല, കാരണം ഇങ്ങനെ അവര് സഹി കെട്ടു. ആ സഹി കെട്ട സ്റ്റാറ്റസിൽ നിന്നാണ് അവിടെ വന്നത്. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നം അവര് സഹി കെട്ടു എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ ഇതിനെ കാണുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇമിഗ്രൻസിന്റെ പ്രശ്നമല്ല, ഈ മുസ്ലിംസിന്റെ പ്രശ്നമല്ല, ഇമിഗ്രൻസ് ആയിട്ട് വന്ന് തേങ്ങ അടിക്കാനെന്ന ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ഈ രാജ്യങ്ങളുടെ പോളിസികളുടെ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തുകൊണ്ട് ട്രംപ് സപ്പോർട്ടർ ആയത്? ട്രംപ് ആദ്യമായിട്ട് കോമൺ സെൻസ് പറയുന്ന ഒരു ലീഡറായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മള് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്, ഏത് സാധനം ഇവിടെ മേടിച്ചാലും നമ്മളൊരു സ്പൂൺ എടുത്തു, ഒരു ഫോർക്ക് എടുത്തു, ഇതെല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കും, ഇത് എത്ര നാൾ ഇത് ലാസ്റ്റ് ചെയ്യും? ഈ ടാരിഫ് പോളിസീസ് സ്റ്റാർട്ടിങ് ഫ്രം ബിൽ ക്ലിന്റൺ, ഞാൻ കണ്ടിട്ടുള്ള ബിൽ ക്ലിന്റൺ തുടങ്ങിയുള്ള ഭരണമാണ്. ഇത് ചൈന വളരെ വീക്കായിരുന്ന സമയത്ത് തുടങ്ങി ഇത് ഇൻസിസ്റ്റ് ചെയ്യാമായിരുന്നു. അതായത് ഞങ്ങൾ അങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ടാരിഫ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ ടാരിഫ് തരണം, റെസിപ്രോക്കൽ ആയിരിക്കണം, ഇതെല്ലാം നമുക്ക് പറയാമായിരുന്നു. ഇതൊന്നും പറയാതെ നമ്മുടെ ഫോറിൻ ഡെഫിസിറ്റ് കൂടി വന്നു. സെയിം തിങ് വിത്ത് കൾച്ചർ, സെയിം തിങ് വിത്ത് റിലീജിയൻ. അപ്പൊ ഇത് ഇവരുടെ ഇഗ്നോറൻസും ഇവരുടെ വിവരക്കേടും ജനങ്ങളുടെ അല്ല, ലീഡേഴ്സിന്റെ. അവർക്ക് ബാക്കിയുള്ള മുമ്പിൽ നല്ലപോലെ കളിക്കാനുള്ള ആഗ്രഹവും ഇലക്ഷനിൽ ജയിക്കാനുള്ള ആഗ്രഹവും ഇതെല്ലാം കൊണ്ട് അവര് വരുത്തി വെച്ച ഒരു വിനയാണ് ഇപ്പൊ ഈ രാജ്യങ്ങളിൽ നടക്കുന്നത്. ഈ മൈനോറിറ്റീസ് വന്ന് അവര് മെജോറിറ്റിക്ക് ഒരു ത്രെട്ടായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ.
അപ്പോൾ നാച്ചുറലി ജനങ്ങൾ ഇതിന് എപ്പോഴും എതിരായിരുന്നു. ഒരു പരിധി വിട്ടാൽ, ഒരു കൗതുകം വിട്ടാൽ, ഇപ്പൊ പട്ടീഷ് പറഞ്ഞ കൗതുകം ഒരു രസമാണ്, പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാകുമ്പോൾ കൗതുകം തീർന്നു. ആ സ്റ്റേജിൽ ജനങ്ങൾ ഇതിന് പറ്റിയ ഒരു ലീഡർ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ട്രംപ് ട്രംപ് പെട്ടെന്ന് ലീഡർ ആവുന്നത്. ട്രംപിന് ആരോടും ഹെയ്റ്റ് ഒന്നുമില്ല. ഇന്നത്തെ സ്പീച്ച് കേട്ടില്ലേ? ട്രംപ് പറഞ്ഞു ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള രാജ്യവും അവരുടേതായിട്ടുള്ള കൾച്ചറും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ അവിടെ കീപ്പ് ചെയ്ത് ഞങ്ങൾ ഇടപെടാൻ വരുന്നില്ല. ഞങ്ങൾ ഇടപെടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ജോർജ് ബുഷ് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഡിക് ഷെയ്നി വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ ഇനി വരാൻ പ്ലാൻ ഇല്ല. എന്റെ ഭരണകൂടത്തിന്റെ വരില്ല. യു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു ഇൻ യുവർ കൺട്രി, ബട്ട് ദ സെയിം വേ വി വാണ്ട് ടു ഡു വാട്ട് എവർ വി വാണ്ട് ടു ഡു ഇൻ അവർ കൺട്രി. Don't come here to change it. If you are immigrating, come become an American. Don't come here thinking that you can make this India. You can make this Pakistan. അല്ല, ആ ഒരു പോയിന്റിലാണ്. കാരണം ഇപ്പൊ ഇന്ത്യക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ആയിട്ട് നമ്മളിപ്പം കൂടുതലായിട്ടും പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിക്കൊണ്ട് മതപ്രചരണം നടത്തുന്നത് ഇസ്ലാമാണ്. അത് നമുക്ക് തുറന്ന് പറയാതിരിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം യൂറോപ്പ് മുഴുവൻ അത് കാണുന്നതാണ്. അതായത് ഒരു ഫ്ലൈറ്റിൽ പോലും അതിന്റെ നടുക്ക് ഫ്ലൈറ്റ് പൊങ്ങുന്ന 2 മണിക്കൂർ മുമ്പ് ഇത് വിരിച്ച് നമാസ് നടത്തുക എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെയുള്ള ഷോകൾ കാണിച്ച് ആൾക്കാരെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ത്യക്കാരും ഈ രീതിയിൽ പബ്ലിക്കായിട്ടുള്ള പ്രകടനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാനഡയിലാണെങ്കിൽ ഇപ്പൊ ഖാലിസ്ഥാനികള്, അതായത് ഇന്ത്യക്കെതിരായിട്ട് ഇതൊരു തെരുവ് യുദ്ധമായിട്ട് മാറുകയാണ്. മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യത്തെ ആൾക്കാരുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ആ രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റിയെ പോലും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ മലയാളികള് നമ്മുടെ നാട്ടിൽ വന്നിട്ട് തമിഴനെ ഇപ്പൊ ബംഗാളികളുമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഉള്ളത്. നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരു രാജ്യത്തുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഒരു മലയാളിയായിട്ട് കണക്കാക്കുമോ? നമ്മൾ ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. തമിഴിനെ നമ്മൾ എങ്ങനെയായിരുന്നു പണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ അങ്ങനെയുള്ളിടത്താണ് വേറെ ഒരു രാജ്യത്ത് നിന്ന് കുടിയേറി വന്നിട്ട് അവരുടെ സിസ്റ്റം മുഴുവൻ സിസ്റ്റത്തെ അബ്യൂസ് ചെയ്ത് അവരുടെ എല്ലാ ബെനിഫിറ്റ്സുകളും തട്ടിയെടുത്ത് ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ് പിടിവിട്ട് കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഫ്രാൻസിൽ ഇപ്പോൾ ഓൾറെഡി മക്രോണിന് ചലഞ്ചുണ്ട്, UK-യിലുണ്ട്, ജർമ്മനിയിലുണ്ട്, എല്ലായിടത്തും വലത് തീവ്ര വശങ്ങൾ വളരെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പിന്നെ പറയേണ്ട, എന്നാണേലും നമ്മൾ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ട്രംപിന്റെ ഒരു രീതിയും ഏകദേശം ആ രീതിയിലൊക്കെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. ചോദിച്ചോടെ, അപ്പൊ ഞാനൊക്കെ ഒരു തീവ്രവാദിയാണെന്നാണോ ജിൻസൺ പറയുന്നത്? അല്ല, ട്രംപിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നിങ്ങളൊരു അല്ല, മെജോറിറ്റിയുടെ കൂടെ നിൽക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്ന അമേരിക്കനായ ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. ഇന്ത്യക്കാരനല്ല. ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചത് ഞാൻ കൊടി പിടിക്കാനുള്ള ഒറ്റ കാരണം അത് ഇന്ത്യക്കാരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, പക്ഷെ ഇപ്പം ഞാൻ പറയാ, റിപ്പബ്ലിക്കൻ പാർട്ടി അസോസിയേറ്റ് ചെയ്യാതിരുന്ന പല ഗ്രൂപ്പുകളെയും ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക് ട്രംപ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തീവ്ര വലതുപക്ഷത്തുള്ള ആൾക്കാർ തന്നെയാണ്. അവർക്ക് വംശീയതയുണ്ട്, ഇല്ലാന്ന് തീർച്ചയായിട്ടും പറയണ്ട. അത് വംശീയതയുണ്ട്. വംശീയത എല്ലാവർക്കും ഉണ്ട്, ഇന്ത്യക്കാർക്കില്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. പെർസെന്റേജ്, ഒരു ചെറിയ പെർസെന്റേജ് ആൾക്കാർ അവർ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കും. ഒരു ചെറിയ പെർസെന്റേജ് ആൾക്കാർ അവർ സുപ്പീരിയർ ആണെന്ന് വിചാരിക്കും. ഇത് എല്ലാ ജാതിയിലും ഉണ്ട്, ഇത് എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, മുസ്ലിംസിന്റെ ഇടയിലുണ്ട്. മുസ്ലിംസിന്റെ ഇടയിൽ കൂടുതലുണ്ടാവും, ബിക്കോസ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയുന്നത്, ഒരു രാജ്യത്തിന്റെ നേതാക്കൾ ആ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റും അവിടുത്തെ മെജോറിറ്റിയുടെ കൾച്ചറും വിട്ടിട്ടുള്ള ഒരു കളി കളിക്കരുത്. അവിടുത്തെ മെജോറിറ്റിയുടെ കൾച്ചർ, അവിടുത്തെ ട്രേഡ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ എക്കണോമിക് ബെനിഫിറ്റ്, ജനങ്ങളുടെ. ഇവിടെ ഇപ്പൊ നമ്മൾ ലീഡർ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കാശായി, പ്രസിഡന്റായി, ഒന്നുമില്ലായ്മ എഴുതുന്ന ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനും ഒക്കെ ബില്യനേഴ്സ് ആയി. റൈറ്റ്? This happens. Obama, he didn't have anything. Now his home is worth $25 million. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? അപ്പൊ എല്ലാവരും പൈസ ഉണ്ട്. ഈ പൈസ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഒരു ലാവിഷായിട്ട് എടുത്ത് ബാക്കിയുള്ളവരോട് ചാരിറ്റി കാണിക്കാൻ തുടങ്ങും. ജനങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ജനങ്ങൾ ആർ ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. സോ ഫൈനലി എ ലീഡർ കംസ് ടു റെപ്രസെന്റ് ദ പീപ്പിൾ. ഇപ്പൊ ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ജിൻസ്മോനോട്. ഞാൻ മെമ്പർ ആയിട്ടുള്ള പള്ളിയിലെ പിള്ളേരൊക്കെ ഇരുന്നു എല്ലാവരും വർക്ക് ഫ്രം ഹോം ചെയ്യണം, എല്ലാവരും വർക്ക് ഫ്രം ഹോം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളോ. ഈ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ഈ IT-കാർക്കും കമ്പ്യൂട്ടറുകാർക്കും ഇന്ത്യക്കാർക്കും പിള്ളേർക്കേ പറ്റുള്ളൂ. ഈ AC ടെക്നീഷ്യൻസിനും ഇലക്ട്രീഷ്യൻസിനും ഈ അമേരിക്കക്കാർക്കും എല്ലാവരും വർക്ക് ഫ്രം ഹോം ചെയ്ത് കഴിഞ്ഞാൽ ഇവരോട് പോകും. ഇത് ചോദിക്കാൻ ആരും ഇല്ല ഗ്രൂപ്പിൽ. ഞാനത് ചോദിക്കുമ്പോൾ ഉടനെ ഞാൻ തീവ്രവാദത്തോട്ടുപോയി. ഞാൻ പറഞ്ഞ, ഇവിടെ ഈ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും? അവർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാം അടച്ചു കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം.
നിങ്ങൾക്ക് വീട്ടിൽ പോടാം, നിങ്ങൾക്ക് കാറിന്റെ പെട്രോൾ അടിക്കുകയും വേണ്ട, വീട്ടിൽ ആ സെയിം സാലറി കിട്ടുകയും ചെയ്യും. ഗുഡ്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഹോട്ടലിൽ പോകണ്ട, നിങ്ങൾക്ക് മൊത്തം ലാഭമാണ് ഇന്ത്യക്കാരൻ. ഈ സാധാരണ അമേരിക്കക്കാരൻ എന്ത് ചെയ്യും? അത് ചോദിച്ചപ്പോ അപ്പോഴും ഞാൻ കേട്ടു, ഓ ഇയാൾ തീവ്ര വലതുപക്ഷമാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് എന്താണ് ലോകത്ത് നടക്കുന്നത്, ഈ ഇത്രയധികം വിദേശത്തിൽ നിന്ന് എന്താ പറയാ അസേലോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതുതരം വിസയിലാണെങ്കിലും പല നാടുകളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ, പലതരം വിസയില് ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം, അതിന്റെ റൂട്ട് കോസ് എന്താണ് അതിനുള്ള കാരണം എന്നുള്ള കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ എത്തിയത്. ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പലതരം പല ഭാഗത്തേക്ക് ആ വേരുകൾ ഓടിപ്പോയെന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പലർക്കും പലതരം വീക്ഷണങ്ങളാണുള്ളത്. ഒരാൾ ഒരു സൈഡിലേക്ക് പോകുന്നു, ഒരാള് ഫിലോസഫിക്കലായിട്ട് പോകുന്നു, ഒരാള് എന്താ പറയാ പൊളിറ്റിക്കലായിട്ട് പോകുന്നു. എന്തായാലും ഇതിന്റെ ഒരു റൂട്ട് കോസ് ഇതൊന്നും അല്ല, എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ഇനിയും തന്നെയാണ് പട്രീഷ്യ, വേറെ കാരണമൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് തന്നെയാണ് മാറേണ്ടത്. മെജോറിറ്റി അല്ല, ഈ വന്നിരിക്കുന്ന മൈനോറിറ്റിയിൽ തന്നെയാണ് ചേഞ്ച് വരേണ്ടത്. നമ്മളാണ് മാറേണ്ടത്. നമ്മൾ വന്നിരിക്കുന്ന രാജ്യത്തേക്ക് നമ്മൾ അഡാപ്റ്റ് ആകുക. എന്നിട്ട് നമ്മൾ ഇവരെ പോലെ ആയില്ലെങ്കിൽ പോലും നമ്മളുടെ കൾച്ചറും നമ്മളുടെ ആ ഒരു ബാക്കി എന്താ പറയാ നമ്മളുടെ ലാംഗ്വേജ് ആയാലും നമ്മളുടെ സംസ്കാരം ആയാലും എല്ലാം നമ്മളിലേക്ക് ഒതുക്കുക, അത് കീപ്പ് ചെയ്യുക, അത് കളയാതിരിക്കുക, അത് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെയായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളയണോ കീപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ ലെറ്റ് ഇറ്റ് ബി ഇൻഡിവിജ്വൽ ഡിസിഷൻ. ഞാനിവിടെ ഏഷ്യാനെറ്റ് ചാനൽ വെച്ച് എന്റെ പിള്ളേരെ രണ്ടുപേരെയും മലയാളം പഠിപ്പിച്ചതാണ്. അതെനിക്ക് മലയാളമുള്ള അഭിനിവേശം കൊണ്ടൊന്നുമല്ല. ഇപ്പോഴും എന്റെ പിള്ളേര് നല്ലോണം മലയാളം പറയും. 32 വയസ്സും 26 വയസ്സുമായ അമേരിക്കയിൽ ജനിച്ച ആൺപിള്ളേരാണ്. രണ്ടുപേരും നല്ലോണം മലയാളം പറയും. മലയാളി അങ്കിൾമാരെ കണ്ട മലയാളം പറയും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് മലയാളം പഠിപ്പിച്ചതാണ്. ഞാൻ ഈ മലയാളം പഠിപ്പിച്ചതിന്റെ കാരണം എനിക്ക് മലയാളത്തിനോടുള്ള അഭിനിവേശമോ ഉള്ളൂരിനെയും കുമാരനാശാനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. I know that when you learn 2 languages, your brain becomes smarter. അപ്പൊ അത് എത്രത്തോളം അത് നമ്മളുടെ ഓരോരുത്തരുടെയും അത് പോയിന്റ് ഓഫ് വ്യൂ ആണ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്രയധികം പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം എന്നാണ് ഇതിന്റെ ഒരു സമാപനമായിട്ട് പറയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. Thank you.